നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനേ കുറച്ച് സാരി കാണിക്കുന്നുള്ളൂ, പക്ഷെ നല്ല സാരി. അപ്പോൾ ഈയിടെയായിട്ട് എന്നും ഫംഗ്ഷൻ വെയർ കാണിക്കുന്നത്, കാരണം ഫെസ്റ്റിവൽ സീസൺ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഫംഗ്ഷൻ വെയറാണ് കൂടുതൽ ആവശ്യം എന്നുള്ള ഒരിതിനെ മുൻനിർത്തിയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഈ കാഞ്ചിപ്പട്ട് സാരി എന്നൊക്കെ പറഞ്ഞാണ്, സോഫ്റ്റ് സിൽക്ക് അങ്ങനെയുള്ള ഒരു കാറ്റഗറി പെട്ട സാരിയാണ് ഇത്. പല സ്ഥലങ്ങളിലും 4000 എബോവ് റേറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചുമ്മാ പറയല്ല, വെറുതെ പറയും. നമ്മളിങ്ങനെ ഈ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് റിസർച്ച് നടക്കുമ്പോഴേ അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. കാരണവും പറയാൻ അറിയാം. വെല്ലിയാനയൊക്കെ മണി കെട്ടണ്ടെന്ന് പറയുന്ന പോലെ ചിലർ പറഞ്ഞാൽ അങ്ങ് കൂട്ടി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വില. നമുക്കതിനകത്ത് പറയേണ്ട കാര്യങ്ങളില്ല. അത് ഓരോരുത്തരുടെയും ബിസിനസ്സിൻ്റേതായ ഇഷ്ടങ്ങൾ. ഇത് വലിയ ഇതാണെന്ന് അല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇത് അത്രയും വില മതിപ്പ് തോന്നും. അത് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അത് അവരാ വില പറയുന്നതിനും ആ വില കൊടുത്ത ആൾക്കാർ വാങ്ങിക്കാൻ തയ്യാറാകുന്നതിനും കാരണം അത് അത്രയും തുള്ളതുകൊണ്ട്. പിന്നെ സ്റ്റഫിലൊക്കെ ചെറിയ വ്യത്യാസം ഒരുപക്ഷെ ഉണ്ടാവാം, ഇല്ലെന്നൊന്നും ഞാൻ പറയാൻ പറ്റത്തില്ല. നമുക്ക് കാഞ്ചിപ്പട്ട് സാരി പോലെ തന്നെ എന്തിനാണ് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ കാഞ്ചീപുരം സാരിയൊക്കെ പുറകെ നമ്മൾ ഒത്തിരി 10,000-ങ്ങളും ലക്ഷങ്ങളും കൊടുത്ത് പോകുന്നത് എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു പോകുന്ന ഒരു ഐറ്റം സാരിയാണ്. സോഫ്റ്റ് സിൽക്കാണ്. ഇതിപ്പോൾ വന്നിട്ട് ഒരു ഗ്രേയും വിത്ത് മെറൂണാണ് ബോർഡർ. മുന്താണി വരുമ്പോൾ കണ്ടോ, ഇതാണ് മുന്താണിയുടെ അവിടെ വരുമ്പോൾ ഇപ്പോൾ വരുന്ന ഒരു സാരികളുടെ എല്ലാം ഒരു പ്രത്യേകത. മുന്താണിക്ക് ബോർഡറിൻ്റെ അതേ കളർ വരത്തില്ല. അതൊരു സ്റ്റൈലായിട്ട് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇച്ചിരി കൂടെ ലൈറ്റ് ഒരു പീച്ച് ഇതാണ് മുന്താണിക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ആ ഒരു സാധനം ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുക. ഏതാ അത് വീവിങ് കണ്ടോ, ഇതാണ് മുന്താണി. മുന്താണിയുടെ അറ്റത്താണ് ബ്ലൗസ്, നല്ല ബ്രൊക്കേഡ് ബ്ലൗസ്. അപ്പം ബ്രൊക്കേഡ് ബ്ലൗസിൻ്റെ അറ്റത്ത് വന്നിരിക്കുന്നത് ആ ഒരു റെഡ് ചില്ലി കളറുള്ള നല്ലൊരു ബോർഡർ. നല്ലൊരു ഭംഗിയാണ്. നമ്മൾ ഇതിപ്പോൾ ഈ സാരിയൊക്കെ വാങ്ങിച്ചിട്ട് വർക്ക് ചെയ്യാൻ, സാരിയെ ബീഡ്സ് വർക്കോ അല്ലെങ്കിൽ ഹാൻഡ് വർക്കോ ത്രെഡ് വർക്കോ ഒക്കെ ചെയ്യാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ അടിപൊളിയാക്കി മാറ്റാം. ഇതിൻ്റെ ബ്ലൗസൊക്കെ തയ്ച്ചിട്ടേ അടിപൊളിയാക്കി മാറ്റാം. നല്ല സാരിയാണ്. ഞാനെന്താ പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ പണ്ട് നിങ്ങളെൻ്റെ വീഡിയോ പഴയ കാണുന്ന ആൾക്കാർക്കറിയാം, എന്നും ഞാൻ പറയുന്നൊരു കാര്യം, ഇതിനാണ് നിങ്ങൾ ഈ 10,000-ങ്ങളും ലക്ഷങ്ങളും കൊടുത്ത് വാങ്ങിക്കുന്നവർ വാങ്ങിക്കാൻ കഴിവുള്ളവർക്ക് വാങ്ങിക്കാം. അവർക്കത് അവരുടെ സ്റ്റാറ്റസ് സിമ്പലാണ്, ഇഷ്ടമാണ്, അവരുടെ ഒരു ഇതാണ്. അതൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ അല്ലാത്തവർക്ക് ഇന്നത്തെ കാലത്ത് അതുപോലത്തെ സാരി ഉടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ കാലം നല്ലതല്ലേ. എന്നുവെച്ചാൽ ഇത് അങ്ങനത്തെ സാരികൾ നമ്മൾ ഒത്തിരി കെയർഫുൾ ആവണം, സൂക്ഷിക്കണം. പിന്നെ എത്ര പ്രാവശ്യം ഉടുക്കും, അതൊരു വലിയൊരു ഘടകമല്ലേ. അതേസമയം ഇതിന് എത്രയും 1399 അങ്ങനെ ഏതാണ്ടാണ് റേറ്റ്. സ്ക്രീനിൽ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും. അത്രയും റേറ്റിന് ഈ സാരി എടുത്ത് ഉടുക്കുന്നതല്ലേ നല്ലത്. ഇതിനെന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. നല്ല ഒന്നാന്തര സാരി, ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന സാരി. ഇനി ഇതിൻ്റെ കളർ ചേഞ്ചസ് ഞാൻ കാണിച്ചു തരാവേ. ഇതാ നല്ലൊരു ലൈറ്റ് യെല്ലോയും പീച്ചും, ഭയങ്കരമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ആർക്കും ഇഷ്ടപ്പെടും. ഇനി എനിക്കിത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന അത്രയും ഭംഗി വീഡിയോയിൽ ഒപ്പിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇല്ലല്ലേ, ലൈറ്റിൻ്റെ ഇവിടുത്തെ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ നിങ്ങൾ കാണുന്ന ഇപ്പോൾ ഫോണിലാണേലും ടി വിയിലാണേലും ഇട്ട് കാണുന്ന നിങ്ങളുടെ ഫോണിൻ്റെ ക്ലാരിറ്റി, നിങ്ങളുടെ ഫോണിൻ്റെ എന്താ പറയുന്നത്, നല്ല കൂടിയ ഫോണൊക്കെ ആണെങ്കിൽ നല്ല കറക്റ്റ് ക്ലാരിറ്റി കിട്ടും, കറക്റ്റ് കളർ തന്നെയായിരിക്കും. HD ക്ലാരിറ്റിയിലാണോ നിങ്ങളത് സെറ്റിങ്സ് പോയി ഇട്ടിരിക്കുന്നത് ഒന്നും അറിയത്തില്ല. അപ്പോൾ അതിലെല്ലാം വ്യത്യാസം വരും കേട്ടോ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചാൽ നേരിട്ട് കണ്ടാൽ ഒരു 99%, 100 പിടിക്കുന്നില്ല, 99% ആൾക്കാർക്കും ഇഷ്ടപ്പെടും. 100 പിടിച്ചാലേ എവിടെ ചെന്നാലും 1% കാണും വ്യത്യാസമുള്ളൂ, ഒരു അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഞാൻ മുന്താണിയാണ് ഇവിടെ. ഇത് കണ്ടോ, രസമാണ്, നോക്ക്. അതാ ഞാൻ ചോദിക്കുന്നത്, ഈ സാരിക്ക് 1399 വില മതിക്കുള്ളോ? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. ഈ സാരിക്ക് 2000 4000 ഒക്കെ പറഞ്ഞാലും മതിക്കൂലേ? മതിക്കും. പിന്നെ വിദ്യ എന്തിനാ അങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് അത്രയ്ക്ക് നമുക്ക് കിട്ടിയ റേറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഇട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, അത്രേ ഉള്ളൂ. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അല്ലേ. അത് ഒരു ലെമൺ യെല്ലോയുടെ ഒരു ഷെയ്ഡ്, ഇത് ഒരു മസ്റ്റാർഡ് യെല്ലോയുടെ ഒരു ഷെയ്ഡ്. അറ്റത്ത് വന്നിരിക്കുന്ന രണ്ടിനും പീച്ച. നല്ല രസമായിട്ടോ കാണാനായിട്ട്. മാറ്റി നല്ല രസം എന്ന് പറയാൻ, നല്ല രസം, നല്ല സോഫ്റ്റാണ്. അത് കണ്ടോ,
ഫുള്ള് ഒന്ന് നിവർത്തൊക്കെ കാണിച്ച് മേത്തൊക്കെ ഇട്ട് സാരിയൊക്കെ ആയിട്ട് ഉടുത്തൊക്കെ കാണിക്കുകയാണെങ്കിൽ കുറെ കൂടെ ഭംഗി മനസ്സിലാവും അല്ലേ. ഇതാണ് മുന്താണി. എനിക്കിപ്പോൾ സാരിയാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉപദ്രവിക്കരുതെന്നുള്ള ഒരു അങ്ങനെയല്ല, അത് ശരിയല്ല. എൻ്റെ ആ ഒരു കാഴ്ചപ്പാട് ശരിയല്ല. കാരണം മേടിക്കേണ്ടവരല്ലേ ഇത് കാണേണ്ടതേ. ഇവിടം വരെ മുന്താണി, ഇങ്ങോട്ട് ബ്ലൗസാണ് കേട്ടോ. ബ്ലൗസ് ബ്രൊക്കേഡ്, മുന്താണിക്ക് ആ ഒരു സെറ്റ് ഡിസൈൻ കാണാൻ നിങ്ങൾക്ക് ഇതേക്കൂട്ട് ഡിസൈൻ ഉണ്ട്. ബ്ലൗസിൽ ആ കയ്യിലറ്റത്ത് ആ ഒരു വീവിങ്, ആ ഒരു ചില്ലി റെഡ് കളർ വരുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു ഭംഗിയാണ് ആ ചില്ലി റെഡ് വരുന്നത്. കറക്റ്റ് കിട്ടുന്നില്ലല്ലേ ഒരു വിധത്തിൽ. ആ ചില്ലി റെഡിനെ കറക്റ്റ് ഒന്നും നമുക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുന്നില്ല. അതിൻ്റെ ആ ഒരു ഭംഗി, അതിൻ്റെ ആ ഒരു വിലപിടിപ്പ് ഫീൽ ചെയ്യുന്ന ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അതൊരു അതാ പറഞ്ഞ ആ ഒരു ബോർഡറിൽ ഭയങ്കരമായിട്ട് വില മതിപ്പ് നമുക്ക് തോന്നിപ്പിക്കാം നല്ല തോന്നിക്കും. നമ്മൾ വില അധികം കൊടുക്കുന്നില്ലോ. ഗഞ്ചിവര സാരിക്ക് വെച്ച് കൊടുക്കുന്ന വില വെച്ച് നോക്കുമ്പോൾ ഇതൊരു വെറും തുച്ഛമായ റേറ്റല്ലേ ആകുന്നുള്ളൂ. ലാവൻഡർ കണ്ട ഇത് വരും ബോഡിൻ്റെ. ഭയങ്കര അല്ലേ വെട്ടം അല്ലേ. വെട്ടത്തിൻ്റെ ഒരു ഇതുകൊണ്ട് ഇതിൻ്റെ ഭംഗി കിട്ടുന്നേ ഇല്ലെന്ന് പറഞ്ഞാൽ. ഇവിടെ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണേ. ഇവിടോട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ലാവണ്ടറുമായിട്ട്. ഇത്ര കൂടിയ സാരിയാണെന്ന് നമുക്ക് തോന്നും. ഞാൻ പറഞ്ഞേ ഇപ്പോൾ ഒരു 3000 എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇത് ഒന്ന് നോക്കി അങ്ങനെ തന്നെ തോന്നുള്ളൂ. അതുപോലെ അത്ര നല്ല സാരിയാണ്. കണ്ടോ എന്താണ് വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് ഇതിൻ്റെ അറ്റത്തേക്കാണ് വരുന്നത്, ബ്രൊക്കേഡ് ബ്ലൗസ്. ഇനി അടുത്തതൊരു പിസ്ത ഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ്. എന്താ രസമായി സാരി എനിക്ക്, ഞാൻ ശരിക്കും പറയട്ടോ, ഞാൻ ചുമ്മാ പറയുന്നതല്ല. പൗഡർ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ പിസ്ത ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്. പൗഡർ ബ്ലൂവിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് എൻ്റെ നെയിൽ പോളിഷിൻ്റെ കളർ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ആ കളറുമായിട്ടൊരു സാമ്യം തോന്നി. നിങ്ങളിതിൻ്റെ ബോർഡർ നോക്ക്, എന്ത് രസമാണോ. ഒരു മെറൂണും ബ്രിക്ക് റെഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ബോർഡറാണേ. അത് ആ പൗഡർ ബ്ലൂവിൻ്റെ അറ്റത്തേക്ക് വരുമ്പോഴത്തേനും ഉണ്ടല്ലോ എല്ലാത്തിൻ്റെയും മുന്താണിക്ക് ഒരു കളറാണ്, പീച്ച് തന്നെ കളർ. ഇതുണ്ട് ഇങ്ങോട്ട് നോക്ക് ബോർഡർ. കണ്ണും പൂട്ടി വാങ്ങിച്ചോ, ഞാൻ അതേ പറയുള്ളൂ. ബ്ലൗസ് ബ്രൊക്കേഡ്. കുറേ നേരം ഇരുന്നു, പിന്നെ കുറച്ച് നേരം എഴുന്നേറ്റ് സാക്കി കണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് പോയി. 200 അനുവാദം കിട്ടി. അത് പൗഡർ ബ്ലൂ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അതും പൗഡർ ബ്ലൂ ആണ്. ഇതും ഒരു ലൈറ്റ് ബ്ലൂ ആണ്. ഷർട്ടോ ബ്ലൂവോ സഫയർ ബ്ലൂ എന്നൊക്കെ പറയില്ല. ആ ഒരു ഇതാ എങ്ങനെയാണ് അതിൻ്റെ ആ ഭംഗി ഒപ്പിയെടുക്കാൻ പറ്റുന്നത് എന്നുള്ള ശ്രമത്തിലാണ് ഞങ്ങളുടെ വീഡിയോഗ്രാഫർ. ഇതുണ്ട് ആ ബോർഡറിൻ്റെ ഭംഗിയാണ് ഭംഗി. നിങ്ങൾ വേറെ ഒന്നത്തേലും നോക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, നോക്കിക്കോ. പക്ഷെ ബോർഡർ ഹപ്പ നല്ല കാഞ്ചിപ്പട്ട്. ഞാനൊക്കെ ചെറുതിലെയൊക്കെ ഉള്ള എൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കും. ബോർഡറിൻ്റെ ഒക്കെ ഓരോ ഇങ്ങനെ സാരിയൊക്കെ കൊടുത്തുകൊണ്ട് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഈ പെൺപിള്ളേരുടെ തനതായ ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഈ പട്ടൊക്കെ കാണുമ്പോൾ ഞാനൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. സത്യം ഞാൻ പറയാം, എനിക്കങ്ങനെ ഞാൻ പണ്ട് ചെറിയ പ്രായത്തിൽ തൊട്ട് ഡ്രസ്സിനോട് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഡിസൈൻ ചെയ്യുമായിരുന്നു. ഞാൻ ഈയിടെ ഞങ്ങളിങ്ങനെ എറണാകുളത്ത് യാത്ര ചെയ്തപ്പോൾ ഒരു കടയിൽ ഇങ്ങനെ പഴയ ഈ ഗുജറാത്തി സ്റ്റൈലിലുള്ള ഒരു ഗാഗ്ര ചോളി എന്ന് പറയുന്ന ഒരു അന്നത്തെ എൻ്റെ ഒരു 10ാം ക്ലാസ് കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഒരു +2 അങ്ങനെ ഒരു സമയത്തെങ്ങാണ്ട് ഒരു ഭയങ്കര ഞാൻ എന്നിട്ട് അതിൻ്റെ റണ്ണിങ് എടുപ്പിച്ച് ഡിസൈൻ ചെയ്തൊക്കെ തയ്പ്പിക്കുമായിരുന്നു. എല്ലാവരും ചോദിക്കുമായിരുന്നു ഇത് റെഡിമെയ്ഡാണോ എങ്ങനെയാണ് എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രേപ്പിൻ്റെ ടോപ്പൊക്കെ ഇട്ട്. അന്നേ ഒരു ഡിസൈനർ എൻ്റെ ഉള്ളിലുണ്ട്. ദൈവം എന്നെ അതുകൊണ്ടായിരിക്കാം പഠിച്ച മേഖലയിൽ നിന്ന് ഒരു ബന്ധവും ഇല്ലാത്ത മേഖല കൊണ്ട് എത്തിച്ചത്. ഇതാ ബ്ലൂ എന്താണ് എല്ലാത്തിൻ്റെയും ഒന്ന് തന്നെ ആയതുകൊണ്ടാകട്ടെ ഞാൻ കാണിക്കാത്ത. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്തോ. നിങ്ങൾക്ക് ഏത് കളർ എടുത്താലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പക്ഷെ നമുക്കൊക്കെ എല്ലാവർക്കും എല്ലാ കളറും ഒന്നും ഇഷ്ടമല്ലല്ലോ. ചില കളറിനോടൊരു വലിയൊരു അടുപ്പം തോന്നിക്കത്തില്ലല്ലോ. പക്ഷേ ഇത് ഏത് കളർ എടുത്താലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ ചുമ്മാ ഇതേ ഒരു സാരി കാണിക്കുക. നിങ്ങൾക്ക് സ്ഥിരം അറിയാവുന്ന സാരിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ഒരു റിപ്ലിക്ക പോലുള്ളൊരു സാരി കാണിച്ചായിരുന്നു ഡിസ്കൗണ്ട് സെയിലിൽ. സെമി ജൂട്ട് ഇതുപോലെ തന്നെ പ്ലെയിൻ ബോർഡറും കൂടെ വരുന്നത്.
ഡിസ്കൗണ്ട് സെയിലിൽ മിനിഞ്ഞാന്ന് കണ്ട് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അതിൻ്റെ ഒറിജിനൽ പ്യുവർ സെമി ജൂട്ട് സാരിയുടെ അറ്റത്ത് ഞാനിങ്ങനത്തെ ഒത്തിരി സാരി മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. മെറൂൺ ബോർഡറും പച്ച ബോർഡറും അങ്ങനെ പല കോൺട്രാസ്റ്റ്. അതുകൊണ്ട് തന്നെ ഈ സാരിയോട് എനിക്ക് ഒത്തിരി അങ്ങൊരു അമിതമായ താല്പര്യമില്ല. പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ കാണാത്തൊരു കോമ്പിനേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഇത് നല്ലൊരു ഡാർക്ക് ചെറുപയർ പച്ചയും പീച്ചാണ് ബോർഡർ. ആ ബോർഡറിന് ഒരു ഈ സാരി ഉടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ കയ്യിൽ ആ ഒരു ബോർഡറും കൂടെയൊക്കെ വന്നു കഴിയുമ്പോൾ ഭയങ്കര ഭംഗി. ഈ സാരി ഞാൻ പറയുന്നില്ലേ അപരിചിതമല്ല നിങ്ങൾക്ക് ആർക്കും. ഇതിൻ്റെ പ്യുവറാണിത്. സെമി മീൻസ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ അതിൻ്റെ ഒരു കോപ്പി കാണിച്ചത്. ഇത് പക്ഷേ പ്യുവറാണ്. ഇത് വരും ബ്ലൗസ്. ആ പീച്ച് ബ്ലൗസ് വന്നു കഴിയുമ്പോഴുണ്ടല്ലോ കയ്യിൽ ആ ബ്ലൗസിൻ്റെ ഒരു ഇത് ഉണ്ടാവും. ഇതുണ്ടോ ബ്ലൗസിൻ്റെ ആ ഒരു ബോർഡർ ചെയ്തിരിക്കുന്നുണ്ടോ. അപ്പം ഞാനിപ്പോൾ സാരിയൊക്കെ ആയിട്ട് ഉടുത്ത ഇതിലൊരു ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് ഫിറ്റായിട്ടൊക്കെ കാണിക്കുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കുറേ കൂടി ഇഷ്ടപ്പെടും. നേരെ ഇങ്ങനെ ചുമ്മാ കാണുന്നതിലും അത് കറക്റ്റായിട്ടുള്ള കാര്യം. എപ്പോൾ സാരി കാണിച്ചാൽ സാരി ഒന്ന് ഉടുത്ത് കാണിച്ചാൽ ആ സാരി മതി എല്ലാവർക്കും. ഉടുത്ത് കാണണം എന്നാലും അതിൻ്റെ ഒരു ഭംഗി അറിയത്തുള്ളൂ. ഇത് കണ്ടോ ചെറുപയർ പച്ചയും പീച്ചും നല്ലൊരു റെയർ കോമ്പിനേഷനാണ്. ഇത് ലെമൺ യെല്ലോയും പീച്ച് സെയിം സാരി. ഇവിടുത്തെ കളറ് അത് ഡാർക്ക്, ഇത് ലൈറ്റ്. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ വരും. ആ പീച്ച് ബ്ലൗസുമായിട്ട് നിങ്ങളത് കോമ്പിനേഷൻ ഒന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ ഈ ടാസിലൊക്കെ വരുന്ന ആ പീച്ച് ടാസിലും ഒക്കെ ആയിട്ട് നല്ലൊരു ലുക്ക് കിട്ടും. പിന്നെ എന്നാ ഇതിൻ്റെ ഒരു സെമി ജൂട്ടിൻ്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ വെയർ ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒട്ടും അസ്വസ്ഥതയൊന്നും ഫീൽ ചെയ്യത്തില്ല. ചൂടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. നല്ല കംഫർട്ടായിട്ട് അങ്ങനത്തെ സാരികൾ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ സെമി ജൂട്ട് ഇപ്പോൾ ഇറങ്ങുന്നത്. പക്ഷേ ആദ്യം കാണിച്ച സാരിക്കും ഈ ചൂടൊന്നും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ പിടിക്കുമ്പോൾ നല്ല കൂളിംഗ് ഫീൽ ചെയ്യുന്നേ. നമ്മൾ വെളിയിലെടുത്ത് നോക്കിയിട്ടില്ലല്ലോ. അപ്പം വേണ്ടവർ വേഗം തന്നെ വാങ്ങിച്ചോളുക. 2 സാരിക്കും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കേ ഉള്ളൂ. കാരണം ഫംഗ്ഷൻ വെയർ സാരികൾ ധാരാളം വന്ന് ചാടുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി അങ്ങ് സ്റ്റോക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലത്തെ സാരിക്കൊക്കെയാണ് നിങ്ങൾക്ക് 899 രൂപയ്ക്ക് കഴിഞ്ഞ ഓണത്തിന് വന്നത് ഇപ്പം തന്നത്. അപ്പം ഞാൻ റീസ്റ്റോക്ക് പിന്നെയും കൊണ്ടുവരാൻ ഒരു ടെൻഡൻസി എനിക്കും ഉണ്ടാവും. അത് വേണ്ട, എനിക്ക് ശരിയാകത്തില്ല. എല്ലാ പ്രാവശ്യവും ഡിസ്കൗണ്ട്സ് എല്ലാം അടിച്ചേ എന്നെ അത് ശരിയാകത്തില്ലല്ലോ. താങ്ക് യു.